വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. Safa Jewelry now. Safa Golden Diamonds. Different by design. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 കൂരാട് നിലനിർത്താൻ UDF കളത്തിലിറക്കിയിരിക്കുന്നത് കോൺഗ്രസിലെ AP ഹുസ്നയെയാണ്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഹുസ്ന പറയുന്നത്. എന്നാൽ കാര്യങ്ങൾ മറിച്ചാണെന്നും വാർഡ് ഇത്തവണ LDFിനൊപ്പം ചിന്തിക്കുമെന്നാണ് ഇടതു സ്ഥാനാർത്ഥിയായ റൈഹാനത്ത് മാഞ്ചേരി പറയുന്നത്. ഒരിക്കൽ മാത്രമാണ് LDF വാർഡ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഫിസിക്സിൽ മാസ്റ്റർ ബിരുദം നേടിയ ഹുസ്നയെയാണ് വാർഡ് നിലനിർത്താൻ ഇത്തവണ UDF ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വാർഡ് മെമ്പറുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച തേടിയാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിലാണ് ഹുസ്ന മത്സരിക്കുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ എല്ലാ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമാണ്. നമുക്ക് വിജയം ഉറപ്പാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ അത് ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ UDFിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് UDF തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അത് UDFിൻ്റെ മേന്മ തന്നെയാണ്. UDFിൻ്റെ വികസനം കണ്ടു വളർന്ന നാട്ടുകാരല്ലേ നമുക്ക് വോട്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ വികസനം തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഞാൻ 2 റൗണ്ട് ഞാൻ എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ മരണശേഷം നമ്മളെ സ്ക്വാഡാണ്, പ്രവർത്തകരാണ് ഇറങ്ങിയിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങളാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. പിന്നെ അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രായപരിധിയിലുള്ള ആളുകളെയും ഉൾക്കൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടെ കായികമായിട്ടുള്ള കഴിവുകൾ, ഇപ്പോൾ സൈബർ ലോകത്ത് കുട്ടികൾ നിൽക്കുന്ന സമയത്ത് അവരെ കായികപരമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ചില പദ്ധതികൾ കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ അതേപോലെ സ്ത്രീകൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പല കഴിവുകളുള്ള, ഇപ്പോൾ ടൈലറിംഗ് ഒക്കെ പഠിച്ച് വീട്ടിലിരിക്കണ അങ്ങനത്തെ ഒക്കെ സ്ത്രീകളുണ്ടാവും, ആർട്സ് കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുക എന്നുള്ളത് ഞാൻ നോക്കും. പിന്നെ അതുപോലെ നമ്മളെ യുവാക്കളെ പരമാവധി നാടിൻ്റെ പുരോഗതിക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ള ഒരു സ്വപ്നമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ പ്രായം കൂടിയ ആളുകളൊക്കെ അവരൊക്കെ അവരുടെ ആരോഗ്യമുള്ള കാലമൊക്കെ നമ്മളെ നാടിന് വേണ്ടി ചെലവഴിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു മാനസികോല്ലാസം ഉറപ്പുവരുത്തുന്ന രീതി, അവരുടെ വിശ്രമ ജീവിതം ആസ്വാദകരമാക്കാനുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതിങ്ങനെ നമുക്കിങ്ങനെ ചെറിയ കൂട്ടായ്മകളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്. അത് എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും എല്ലാവരുടെ പിന്തുണയോടുകൂടി അത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം കൂട്ടാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു. ഒരിക്കൽ മാത്രമാണ് വാർഡിൽ ഇടതുപക്ഷത്തിന് പ്രാതിനിധ്യം ഉറപ്പിക്കാനായിട്ടുള്ളൂ. ഇത്തവണ അതിന് മാറ്റം വരുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി റൈഹാനത്ത്. ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും നല്ല സപ്പോർട്ടും പിന്തുണയ്ക്കാണ്. കാരണം അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് നമ്മളെ സ്വീകരിക്കുന്നത്. ഒരു വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അത്രയും സപ്പോർട്ടും പിന്തുണയാണ് തരുന്നത്. എന്തായാലും ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും കയറി ചെല്ലാനും അത്രയും ഇൻട്രസ്റ്റോടു കൂടിയാണ് കയറുന്നതും. കാരണം നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല, നല്ലൊരു ഇതിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഓരോ വീട്ടിലൊരു 4 പ്രാവശ്യം എന്തായാലും കയറിയിട്ടുണ്ട്. പിന്നെ സ്ക്വാഡ് വർക്കുകളും നല്ല ഉഷാറായിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ട് നല്ല ഉഷാറായിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി കുടുംബയോഗങ്ങളും കൺവെൻഷനുകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുള്ളത്. ഫുള്ള് സപ്പോർട്ടാണ് എല്ലാവരും. വാർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു 15 വർഷമായിട്ട് അവരെ കയ്യിൽ തന്നെയാണ് ഈ വാർഡ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നല്ലോണം കാണുന്നുണ്ട്. ഒരു വികസന മുരടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഏത് വീട്ടിൽ ചെന്നാലും പരാതിയാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുക, എല്ലാവരും പരിഗണിക്കണില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് അത് വാങ്ങി അവകാശപ്പെട്ട കൈകളിൽ എത്തിക്കും. പിന്നെ അതുപോലെ 1-2 സ്ഥലങ്ങളിൽ അംഗനവാടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സാധിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ അവിടെ തെക്കുമുറ അംഗനവാടി ഹൈടെക് ആക്കണ ഒരു പദ്ധതി ഉണ്ട്, അത് കൊണ്ടുവരും. നമ്മളെ കൊണ്ട് കഴിയണത് എന്താണോ അതെന്തായാലും ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊടുക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം. വാർഡിൽ വികസന മുരടിപ്പാണെന്നും ആനുകൂല്യങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇതിനൊരു മാറ്റം വരണമെന്നും റൈഹാനത്ത് പറഞ്ഞു. പ്രചരണത്തിൽ ഇരു മുന്നണികളും സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.